ഉമ്മൊക്കെ നിസ്കരിച്ചോടുത്തുന്ന വണ്ടി എന്തിന് ഇതാക്കണ്ട പോറും ചെലപ്പോ രാസിയ പോവല്ലേ ചായക്കടി വാങ്ങാൻ പോലെ നമുക്ക് ഇതുണ്ടോ നീച്ചു വാ ഹലോ ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചായക്കടി വാങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ എത്തിക്കണത് വെട്ടിയും പിടിച്ച് കാട ഫാമിലാണ്. അപ്പോൾ ചായക്ക് ഇന്നത്തെ കടി കാട ഫ്രൈ ആക്കാൻ തരും. ഇവിടെ ആളുണ്ടോ എന്താ അറിയില്ല, നമുക്കൊന്ന് പോയേക്കാം. അപ്പോൾ അങ്ങനെ കാട എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊക്കെ കാട ഫാം ആട്ടോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. ഗാസിയ അവിടെ അത് നല്ല വെല്ലേ ഇവിടുന്നാണ് കാട. ഇവിടെയാണ് കാട ഫാം. കുറേ കാട കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ഗാസി ഇവിടെ ഉണ്ടോ എന്തൊക്കെ പറഞ്ഞത്? കാടനുണ്ടോ? കുറേ കാടുകൾ. വാ, നമുക്കുള്ള കാടുകളുണ്ടാവും. വാ, നമ്മൾ ഇവിടുന്ന് കുറച്ച് കാടനെ വാങ്ങി. ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വരും. വാ, ഈ ഏരിയയിൽ ഇത് മൊത്തം കാട ഫാമാട്ടോ. വെക്കണ്ട, അതിന് മേലൊക്കെ കാട ഫാമുണ്ട്, കുറേ ഉണ്ട്. ഞങ്ങളൊരു ബോക്സ് എടുത്തിരുന്നു. ആ ബോക്സ് നമുക്ക് ശ്വാസം കിട്ടാനൊക്കെ ഉണ്ട്. ചെറിയ കട്ടിങ് ഇട്ടിരുന്നു. എട്ടണമായി. അങ്ങനെ ഇവിടെ ഒരാള് എന്തായാലും അതിൻ്റെ ഉള്ളിലെ എന്താണ്? പച്ചക്കിളിയോ? പച്ചക്കിളി അതിൻ്റെ ഉള്ളില് കാട വാങ്ങിയാണ്. അപ്പോൾ അത് കുഴിച്ചടിച്ചല്ലേ സാധനത്തിന് വാങ്ങിണേ. ഓൻ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ കൊത്തുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൈയിടണ്ട. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് ബാക്കി പരിപാടി ഇനി അവിടെ നോക്കാം അല്ലേ? ബാക്കി അവിടെ നിന്ന് തുറക്കാം അല്ലേ? അപ്പം അങ്ങനെയാ. ഓക്കെ, ഇതാക്കണ്ട പോറും ചെലപ്പോ. ഒരാളെ പുതിയ വളർത്താൻ വാങ്ങിക്കണത്, അതിന് പുതിയ കൂടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന പറയണേ. ആദ്യം പറയണേ അതിന് പുതിയ കൂടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട്. പൊളിച്ചണ്ട പോരും. അപ്പൊ ഇനി ബാക്കി പരിപാടി എടുക്കാലോ. രണ്ടാളും ഇവിടെ സന്തോഷത്തിൽ നിൽക്കണേ. സോയി എന്റെ സാധനം എന്താ? നമുക്ക് കൂട് വാങ്ങണോ? എവിടെ നമുക്ക് വളർത്തുക? അതിൻ്റെ ഉള്ളിൽ ഇതാ ഉമ്മൊക്കെ നിസ്കരിച്ചോടുത്തുന്ന വണ്ടി എന്തിന്? 8 എന്നാ തുടങ്ങല്ലേ? മുട്ടൊന്നുമില്ല അല്ലെ? നമുക്ക് കത്തി കുടിക്കല്ലേ? നമുക്ക് അടുത്ത പരിപാടി ഞാനല്ലാതെ പിന്നെ ആരാർക്ക്? അവിടെ ബംഗാളികളാണ്. എന്താ വളർത്തിയാ മതിയോ? മുട്ടൊക്കെ വേണ്ട, അവിടെ നോട്ടെ. രാസേന് നിക്കി കൊല്ലുവോ? കാടൂടെ
ഇപ്പൊ തിന്നാനായില്ലേ? ഓപ്പള വരുന്നത് ഇത് കണ്ടോ? സാധനം കണ്ടോ? പറ്റത്തൊന്നും നീച്ചു. പിന്നെ ഇപ്പൊ ഒന്നും അർത്തു. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? ചായക്ക് കടി വാങ്ങാൻ പോയതാ. അല്ല എന്താ സംഭവം? എന്താണ്? അതല്ല എന്താ ഉണ്ടാക്കണെന്താ? എന്റേതായ സ്പെഷ്യൽ അത് നല്ല എരിവാണ്. മക്കൾക്കും കൊടുക്കാനുള്ളതാ. പെണ്ണിട്ടില്ലല്ലോ. അല്ല എന്തുണ്ടാക്കണ പറയും. കാട ഇതെന്താ ചെയ്യണത്? അപ്പൊ കാട സമ്മ ക്ലീനൊക്കെ ആക്കി വെച്ചിരുന്നു. ചോറ് വെച്ചാൽ മതി. ഇവിടെ ചായക്ക് കടിയാണ് ഞങ്ങൾ. അല്ല ഇതെന്താ സംഭവം? സ്പെഷ്യൽ എന്താണ്? വേറെ കോമഡി ഉണ്ട് ഇതിനകത്ത്. ചിലതിനകത്ത് ഇതുണ്ടാവില്ല. അതിന് പേര് കിഡ്നിയോ ലിവറ്. വലുത് കിട്ടുമ്പോ കിട്ടും. ഞാൻ പറഞ്ഞതാ എനിക്ക് ഇതെടുത്തോ. ഏത് എന്നാ ജൈമ ഇപ്പൊ തന്നെ എഴുതി ചളാന്റെ പേര്. അല്ല എന്ത് ഇപ്പൊ എന്താ ചെയ്യാൻ പോണു? ഫസ്റ്റ് എന്താ അത് ഓൻ റീലിന്റെ കട്ടിങ്ങില്ലേ ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞു വെക്കും. ഒറ്റ ഇടലുമ്പോ സാധനം റെഡി ആണത്. നമ്മള് അയച്ചെടുത്തോ. അല്ല ഇതിലിപ്പോ ഉണ്ടാക്കി ഇതെത്തിട്ടത് മുളക് പൊടി മഞ്ഞപ്പൊടി. പക്ഷെ ഇതില് ചെറുനാരങ്ങ അല്ലല്ലോ. ചെറുനാരണ്ടോ? ഓക്കെ. അപ്പൊ അതുമായി ഇപ്പൊ നമ്മൾ മസാലക്കൂട്ടൊക്കെ ഏകദേശം റെഡി ആയി. ഇത് എന്തൊക്കെയാണ് സംഭവത്തിൽ? മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇത് മാത്രമേ ഉള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണ്ട? ഇന്നത്തോടെ അന്തം മുട്ടിത്രേ. അത് ഇപ്പൊ ലാസ്റ്റ് അതെന്താണ്? ചെറുനാരങ്ങ. ഓക്കെ. കാട ഞാൻ ഇറക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ എന്നെ കൊണ്ട് നടന്നില്ല. ഇപ്പൊ വാങ്ങിയർത്തു. പിന്നെ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ടല്ലോ. ഇതെന്തൊക്കെ? ഇതൊക്കെ നീക്കള ഒരു 9 മണി 10 മണിയാക്കും മിക്കവാറും. ഇതുണ്ടാക്കുമ്പോത്തിന് എത്ര ടൈം? 9 മണി 10 മണി. നേരെ ഫിദോച്ചത്തെ പറഞ്ഞതിനോട് ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇത് കൊണ്ടിരിപ്പിച്ചേ. ഞാനോ? അല്ല അവിടെ പ്ലാനൊന്നും ചേഞ്ച് ആയതപ്പോ ആദ്യം പെട്ടെന്ന് ആക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കൊടുത്തു. അതാണ് മസാല കൂട്ടി. ഉപ്പ് ഓവറാ വരുത്തിട്ടോ. നമുക്ക് അത് മാത്രം പറയാം. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ഇങ്ങനെ തന്നെ അല്ലേ? അങ്ങനൊന്നുമില്ല. നമ്മൾ അങ്ങനൊന്നും ഉണ്ടാക്കരുത്. മറ്റെന്നിട്ട് ലാസ്റ്റ് പറയല്ലോ ഇത് ആരും അനുകരിക്കരുത്. എന്തൊക്കെ ഇടുന്ന എരിഞ്ഞ് ആ കുട്ടികളുടെ കഴിഞ്ഞില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ പൊടിക്കാളുള്ളത്. അങ്ങനെ തന്നെ വെളുത്തുള്ളിന്റെ ആ മസാല കൊണ്ട് ഉണ്ടാവും. ഇനി മസാല കൂട്ടേണ്ടിയല്ലേ? മുളക് പൊടി എരിവുണ്ട്, പക്ഷെ നിറമില്ല. മറ്റേ ടൈപ്പ് മുളക് പൊടിയാണ്. വീട്ടിൽ മറ്റേ മുളക് പൊടിന്റെ പേരെന്താ? കാശ്മീരി അല്ലേ? നല്ല എരിവുണ്ട്, പക്ഷെ കളർ ഉണ്ടാവില്ല. കുറച്ച് കളർ കൂട്ടണം. കളർ
കൂട്ടണോ? എങ്ങനെ കൂട്ടും? കളർ പൊടി വന്നു. ചെയ്യാം. ഈജി കുറെ നേരം ഇതായി കഴിഞ്ഞാണ്ടല്ലോ അപ്പൊ ഒടിഞ്ഞു പോരുമൊക്കെ ആകെ കഴിയുമ്പോ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തിന്റെ സ്മെല്ലാ കിട്ടണേ? വെളിച്ചെണ്ണ നമുക്ക് നമ്മളെ ഇപ്പൊ നല്ല വെളിച്ചെണ്ണന്റെ സ്മെല്ല്. എനിക്ക് എന്തിന്റെ സ്മെല്ല് കിട്ടണേ? മാങ്ങ വെളിച്ചെണ്ണ മുളക് വെച്ച് തിന്നണ ഒരു ഫീലിങ്. മതി കുഴച്ചത്. നോക്ക് എന്തായി ഓള് വളർത്താൻ വേണ്ടി വാങ്ങി കാടയെ പതി കുത്തിരിക്കണ അല്ലേ? നോട്ടെ ജയിലിൽ വേറെന്താ പരിപാടി ഇത്? ഇവിടെ ഗ്യാസ് ഓൺ ആക്കിക്കണേ. ഇത് ഈ ചട്ടിയിലുണ്ടാക്കണേ? ഈ ചട്ടിയിലുണ്ടാക്കണേ? ആ ചട്ടിയിലുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കൂടി തട്ടിയില്ല. ഏര് അപ്പൊ ഇനി ഞാൻ തട്ടിയ ചെമ്പട്ടിയിലുണ്ടാക്കി. ആ എന്തായി അങ്ങനെ എണ്ണ ചൂടായില്ലേ? പൊട്ടിത്തെറിപ്പിച്ചല്ലേ കേട്ടോ. ഓൾക്ക് എപ്പോഴും ഉണ്ട് ഈ പണി. ഇടുമ്പോൾ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് ആകെ ചീറ്റിച്ചു കൊടുക്കും. എന്താ എനിക്ക് പണി പോയി? അമ്മന്റെ കൂടെ കളിച്ചേ എന്താ എണ്ണയിലെ എന്താണ് കളറില്ലേ? നമുക്ക് കുറച്ചൊരു കൂട്ടണം. അതുകൂടി കൂട്ടിയാലേ ഇത് കൂടും. അപ്പൊ എന്തായി സംഭവം? കാടപ്പൊരി കഴിഞ്ഞോട്ടെ. ഇപ്പൊ കളറുണ്ടല്ലോ, ഒരു റെഡ് കളർ. ഓക്കെ മറ്റേ ഉള്ളി എന്താ ഉള്ളിയോ? എന്തൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ബെസ്റ്റ്. ഇനിയിപ്പോ എന്തൊക്കെയുള്ള പരിപാടിയാ? എന്ത് കടായി? ഇത് കുറച്ച് ചീരുള്ളി കുറേ വേണേ കുറച്ച്. അപ്പൊ ഇതിക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ഇത് മാത്രമല്ലേ ഉള്ളൂ? ഉള്ളി, തക്കാളി, ഉള്ളിയുടെ എന്ത് വേണോ? പ്ലക്കറൊക്കെ ഉപയോഗിച്ച പിടിച്ച പച്ചമുളക് വേണ്ട. മറന്നതല്ലേ? പൈക്ക് കുറച്ചുകൂടി മുളക് കൂട്ടും. സെറ്റാവല്ലേ? ചിലവർക്ക് ശരിയാവും. ഈ ഡയലോഗ് ഞാൻ മറ്റേ അത് എല്ലാ വീഡിയോയിലും ആ ഡയലോഗ് എടുത്ത് പറയാൻ നിൽക്കണ്ട. നല്ല അലമ്പെല്ലാം കിച്ചണൊക്കെ. ഞാൻ കിച്ചണിൽ കയറിയാൽ ഞാൻ എൻ്റെ പണി ഇതാക്കിയിട്ട്, അതായത് ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അത് തീർന്നിട്ട് ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് തുടങ്ങുന്നു. എന്താ അങ്ങനെ? എനിക്ക് അങ്ങനെ കഴിയുള്ളൂ. എനിക്കൊരു പണി എടുക്കുകയാണെങ്കിൽ അത് തീർന്നിട്ട് മറ്റേ എന്തെങ്കിലും ഒരു ചെറിയ പണിയാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ നിങ്ങൾ മേലെ നിങ്ങൾ ഇതോ വെച്ചില്ല. അപ്പം കീറി കളിച്ചു. ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ തീർത്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരലും ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, വിളിച്ചപ്പ വരണം. ഇഷ്ടമല്ല ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. മതി മതി മതി. ഉപ്പ് ഇട്ടത് നീ
വയ വയ വയ. ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി എടുക്കണം. Yes, അതുണ്ടാകും. അത് നമ്മൾ ശേഖരിച്ച് വെക്കും. നമ്മൾ അടുത്ത എന്തെങ്കിലും മീൻ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. പക്ഷെ അത് കേടാണെന്ന് അറിയാമല്ലോ. അത് കേടാണല്ലോ. വീണ്ടും പൊരിച്ചാൻ പറ്റില്ല. നമുക്കിത് കുറച്ച് നേരം ഉള്ളിങ്ങനെ വാടി വരട്ടെ. അതുവരെ നമുക്ക് ഫോൺ കളിക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് ഇതിക്ക് മസാല ഇടണം. എന്തൊക്കെ ഇട്ടേ? ഇത് മല്ലിപ്പൊടി. ആ മല്ലിപ്പൊടി ഇട്ടോ. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടത് നല്ല എരിവുള്ള മുളക് പൊടി. അത് കുറച്ച് മതി. ഇയാൾക്ക് തിന്നാലോ. കുറച്ച് മല്ലിപ്പൊടി. അപ്പം ഇനി ഇതെപ്പോഴാ കച്ചപ്പ്? മസാല ഓക്കെ. ഏകദേശം നമ്മുടെ ഗ്രേവിൻ്റെ ഇതിങ്ങനെ വരുന്നത് എന്താ? കുരുമുളക്. മസാല നല്ല തിക്കാണല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് കച്ചപ്പ് ഒഴിക്കണേ അതിലുള്ളൂ. മസാല ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരണം. ഷെഫ് പിള്ള. ഞാൻ ആലോചിക്കണം അതില്ല ഇത്ര ഓയില് വാക്കിയപ്പോ ഉച്ചേ. അപ്പൊ ഈ മസാല പൊടി കഴിഞ്ഞില്ലേ? നീ വേറെ എന്താണ്? കെച്ചപ്പ്, കറിവേപ്പില. എന്ത് കറിവേപ്പില എങ്ങനെ വെതറണോ? വിതരണം. പിന്നെന്താ ഉള്ളത്? അതന്നെ അപ്പൊ കെച്ചപ്പോ? കെച്ചപ്പ്. എന്നാ കെച്ചപ്പ് ഒഴിച്ചളപ്പോ അതിന് പച്ചമുളക് അറിയോ? എനിക്ക് സാധനം എപ്പോഴേലൊക്കെ ഒന്ന് അടുക്കളയിൽ കയറണേ. അങ്ങനത്തെ ഡോക്കൊന്നും വേണ്ട കേട്ടോ. കുട്ടികൾക്ക് മസാല ആക്കാത്ത പൊരിച്ചതിന് എടുത്ത് വെക്കാല്ലേ? അതിനടുത്ത് വെച്ചാൽ പിന്നെ അതിനടിയാവോ? ഇല്ല, അല്ലെങ്കിൽ ഇത് ഒട്ടി വരും. ഉള്ളി പട്ടി ഇട്ടിരിക്കും. അത് ഒഴിച്ച് മസാല എല്ലാവർക്കും പൊരിച്ചത് നമുക്ക് മസാല കടായി പോലെ. കടായി പോലെ എന്ന് പറഞ്ഞാൽ കടായി ആണത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നാണ് ഇത് തിന്നോക്കിയാൽ രസമുണ്ടോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടായിരുന്നു നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്തൊക്കെ ഇട്ട് ഇപ്പൊ ലാസ്റ്റ് എന്നിട്ട് വേറെ എന്തായിട്ട് മറ്റേ കറിവേപ്പിൻ്റെ ഇല പിന്നെ സോസ് കച്ചപ്പ് ഒഴിക്കണം. നല്ലോണം വഴറ്റിയിട്ട് കാട ഫ്രൈ ഇടൂലേ? ഇതിക്ക് ഇതില്ല എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ വേണം. പൊറാട്ട തിന്നാനില്ല, നമുക്ക് ചപ്പാത്തി ആക്കാം. അങ്ങനെ ഫൈനൽ സ്റ്റേജ് കാട തീക്കിടുക. രണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ കുട്ടികൾക്ക് രണ്ടെണ്ണം സെപ്പറേറ്റ് പൊരിച്ചത് മാത്രം കിട്ടും. ചെറുത് വെച്ചാൽ മതി. ഇതിലേക്ക് വലുത് മൊത്തം തീക്കിട്ടതാണ്. ഞാൻ പറഞ്ഞ നല്ല ഇതാക്കണല്ലേ ഗ്രേവി എല്ലാ സാധനത്തിനും കുടിച്ചത് നല്ലോണം. എന്ത് അവിടെ അധികം ഇളക്കി കഴിഞ്ഞാണ്ടല്ലോ അത് പുറത്തേക്ക് ചാടണം. എന്നൊക്കെ അധികം ഇളക്കി കഴിഞ്ഞാൽ ഒക്കെ ഒടിയിട്ടോ. ജസ്റ്റ് കുടിച്ചാൽ മതി. അത് ശരിക്കിട്ടല്ലോ ഇങ്ങനെ ഇതാ നല്ലത്.
പൊരിച്ചതോ? പൊരിച്ചാത്തത് കാരണം പൊരിച്ച് കഴിഞ്ഞാൽ എല്ലാം വെറുങ്ങലിച്ചിങ്ങനെ നിൽക്കും, നമുക്ക് പോരൂല. കടിക്കുമ്പോണ്ടല്ലോ സാധനം പറഞ്ഞു വരില്ല ശരിക്കും. ഇതാകുമ്പോൾ കുറച്ച് ഗ്രേവി ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും ഇറച്ചിയൊക്കെ. അതുകൊണ്ട് അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് ഉടക്കണ്ട, കുത്തൊന്നും വേണ്ട, ഓവറൊക്കെ. അതിനങ്ങനെ അതിക്ക് ചപ്പാത്തി ആണ്ടേ, ചപ്പാത്തി ഉണ്ടായി. സോയോടി സോയ്ക്ക് ചപ്പാത്തി നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉറങ്ങി നീച്ചാണ്. അപ്പൊ ഇതാണ് നമ്മളെ സംഭവം. അപ്പൊ എനിക്കുള്ളത് മാത്രമുള്ള പുതിയ നമ്മൾ ചപ്പാത്തിയും കടായും. നമ്മുടെ സാധനം കേട്ടോട്ടെ. അപ്പോൾ നമ്മൾ കാട ഫ്രൈയും നല്ല നൈസ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇതാ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഒരു ചെറിയ ചിക്കനല്ലേ എത്തണേ കാട ഫ്രൈ. അപ്പോൾ നമുക്ക് നോക്കാം. രാജി ചോറ് വെക്കുന്നത്, പിന്നെ സൂപ്പറാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബായ്. അതിനോട് ഓർമ്മ